ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു സാധനം ഉപ്പിലിടാം കേട്ടോ. കുറച്ച് കാന്താരി, കുറച്ച് കറിവേപ്പില, ഒരു സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ വിനാഗിരി, ഇത്രയും ചേർത്ത് വെള്ളം കേട്ടോ തിളച്ച് ആവി മാറിയിരിക്കണേ. അതേ പ്ലമ്മാണ് കേട്ടോ നമ്മൾ ഉപ്പിടാൻ പോകുന്നത്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലെ ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഈ പ്ലം കഴുകിയെടുത്തത്. എന്നാലേ ഇതിലെ കീടനാശിനി അണുക്കളൊക്കെ പോയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ഒരു കത്തി വെച്ചിട്ട് ഈ പ്ലം ഒന്ന് 2-3 പിളർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കിതിനെ കാന്താരി ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ ചൂട് അധികം ആറി പോകുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കണേ. എന്നാലാണ് കുറച്ചും കൂടി നന്നായിട്ട് അതൊന്ന് ഇതുമായിട്ട് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ പ്ലം മൊത്തം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇട്ട് എടുത്തേക്കുന്നത്. പക്ഷേ എപ്പോഴും ചില്ല് പാത്രങ്ങളോ ഭരണികളോ ഒക്കെ ആട്ടോ ഉപ്പിലിട്ട സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവാണേ. ഇന്ന് ഉത്രാടമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം നമുക്ക് ഈ പ്ലമ്മൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് വീട്ടിൽ പോകാം കേട്ടോ. നമ്മൾ തിരിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇത് അത്യാവശ്യം സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും. വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെന്തായിന്ന്. പ്ലമ്മൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പും കാന്താരി തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് നിവരെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കാന്താരിയൊക്കെ ഒരു ഭംഗിക്ക് അതിന് മുകളിൽ കിടന്നോട്ടെ. പഴനിയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് കുടിക്കാമല്ലോ. ഇനി നമുക്ക് ഈ ബോട്ടിൽ നല്ല വൃത്തിയായിട്ട് അടച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നാളെ ഓണമാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ നിറഞ്ഞൊരു ഓണക്കാലം ആശംസിക്കുന്നു കേട്ടോ. ആഹാ, ഈ ചുമന്ന കായ കുറച്ച് വെള്ളത്തിലിട്ട് അടച്ചു വെക്കുന്നതിനെ കുറിച്ചാണോ ഇവൾ ഇത്ര നേരം മാക്കെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെയല്ലേ സേറയുടെ നോട്ടത്തിൻ്റെ അർത്ഥം? തൊട്ടൊക്കെ നോക്കണ്ട കേട്ടോ. അയ്യോ എൻ്റെ ചെടി, അതിൻ്റെ ഇരയൊക്കെ കളഞ്ഞത് ഇവളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.